മാഷിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു നേട്ടമാണ്. ഞങ്ങളെല്ലാവരും ഒരേപോലെ അഭിമാനിച്ച ഒരു സംഭവമാണ് മാഷ്ക്ക് ഓസ്കറിനുള്ള നോമിനേഷൻ കിട്ടിയെന്നുള്ളത്. അത് ഇറ്റ് വാസ് സച്ച് എ ഹ്യൂജ് തിങ്. ആ സമയത്ത് ഞങ്ങളൊക്കെ എസ്പെഷ്യലി അമൽ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സെയിൻറ്റ് ഡ്രാക്കുല എന്നുള്ള ഫിലിമിന് വേണ്ടി സാറിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് സാറിന് ഓസ്കർ നോമിനേഷൻ കിട്ടിയത്. അപ്പം അമൽ ആൻ്റണി, തൃശ്ശൂരുള്ള അമൽ ആൻ്റണി അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മെയ് മാസമേ ഒക്കെ പാടിയിട്ടുള്ള അമൽ ആൻ്റണി. അതെന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഇപ്പോൾ ഫോറിനേഴ്സിനെ വെച്ച് ചെയ്ത ഫിലിം, അതിൻ്റെ ഡയറക്ടർ ഒരു ഇന്ത്യൻ ആണെങ്കിലും ഫോറിനേഴ്സിനെ വെച്ച് ചെയ്ത ഫിലിം. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വെസ്റ്റേൺ മ്യൂസിക് ആയിരുന്നിരിക്കണം. അപ്പം ഇത്രയും കാലങ്ങളായിട്ട് കർണാട്ടിക് മ്യൂസിക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള മാഷ്ക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ ഹ്യൂജ് ചാലഞ്ച് ഫോർ യു അല്ലേ? കാരണം ഇംഗ്ലീഷ് സിനിമകൾ ധാരാളം കണ്ട് ശീലമുണ്ട്, പിന്നെ അത്തരം സ്കോറുകളോടുള്ള താല്പര്യമൊക്കെ പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ യു ആർ റൈറ്റ്, നമ്മളൊരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ചാലഞ്ച് തന്നെയായിരുന്നു. ഇൻഫാക്റ്റ് ഒരു വർഷം ഉണ്ടായിരുന്നു അതിൻ്റെ സ്കോർ. എസ്പെഷ്യലി പാട്ടുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്കോറിൻ്റെ എലമെൻറ്റ് ഏകദേശം ഒരു വർഷത്തോളം മുഴുനീളം ഉണ്ടായിരുന്നു. കാരണം അത് ആദ്യം ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്തു, പിന്നെ അത് രണ്ടാമത് ചെയ്യേണ്ടി വന്നു, വീണ്ടും ചെയ്യേണ്ടി വന്നു, രണ്ടാമത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിന് ഒരു നല്ല ഒരു കാലതാമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ചാലഞ്ചിങ് ഇത് തന്നെയായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമുക്ക് ഇന്ത്യൻ എലമെൻറ്റും കൂടി നമ്മുടെ ഒരു വെസ്റ്റേൺ, ലാർജ്ലി വെസ്റ്റേൺ ഒരു സ്കോറിലേക്ക് ഒരു ഇന്ത്യൻ എലമെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. വിച്ച് മീൻസ് ഇന്ന് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 4-5 വർഷം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഹോളിവുഡ് പ്രൊഡക്ഷൻ ഹൗസസ് പോലും എത്നിക് ട്രഡീഷൻസ് ഉള്ള മ്യൂസിക്കാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ സെയിൻറ്റ് ഡ്രാക്കുള ഉള്ളപ്പോൾ തന്നെ അതിനേക്കാൾ ഇന്ത്യൻ എലമെൻ്റ് ഉള്ള സിനിമയ്ക്കാണ് ഏറ്റവും നല്ല സ്കോറിനും മ്യൂസിക്കിനും അവാർഡ് കിട്ടിയത്. ഇപ്പോൾ ലൈഫ് ഓഫ് പൈൽ നമ്മൾ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ എലമെൻ്റ് കൂടുതൽ, ജയശ്രീയുടെ ലല്ലബായി ഒക്കെ എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യൻ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഐറിഷ് ഫോക്ക് മ്യൂസിക്, ചെക്കോസ്ലോവാക്യൻ മ്യൂസിക്, സൗത്ത് ഏഷ്യൻ മ്യൂസിക്, ഇതെല്ലാം ഇപ്പോൾ മെയിൻ സ്ട്രീം ഹോളിവുഡിൽ വളരെ വളരെ ശക്തമായിട്ട് വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ നിലയ്ക്ക് പണ്ട് ഒരു മേജർ സ്കെയിൽ അല്ലെങ്കിൽ മൈനർ സ്കെയിലിൽ മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസിൽ വർക്ക് ചെയ്തിരുന്ന വലിയ കമ്പോസേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ജെയിംസ് ഹോർണർ ഓർ ഹോവാർഡ് ന്യൂട്ടൺ. അവരുടെയൊക്കെ വർക്കുകൾ എടുത്തു കഴിഞ്ഞാലും ഇന്ന് ഇപ്പോൾ ഹാൻസ് സിമർ ആണെങ്കിലും അലക്സാണ്ടർ ദസ്പ്ല അവരടക്കമുള്ള ആളുകൾ, ഓർ ക്രിസ്റ്റഫർ യങ്, ഇത്തരം എത്നിക് ട്രഡീഷൻസിലുള്ള സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രാക്കുളയിൽ സെയിൻറ്റ് ഡ്രാക്കുളയിൽ ശരിക്കും രഞ്ജിനി രാഗം ഉപയോഗിച്ചിട്ടുണ്ട്. രഞ്ജിനി ഇതാണ് അതിൻ്റെ ഓപ്പണിംഗ് തീം. അതാണ് അത് ശരിക്കും രഞ്ജിനിയുടെ സ്കെയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ സരിഗമ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ ഒരു റഫ് ഫ്രെയിം വർക്കിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റെക്കഗ്നിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ സംഗീതത്തിന് ഒരു സ്പേസ് ഉണ്ടെന്നും അത് ലോകം തിരിച്ചറിയേണ്ടെന്നുള്ളതൊക്കെയുള്ളൊരു അതൊരു വലിയൊരു ചാരിതാർത്ഥ്യമായിട്ടും ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതണേ. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ഡയമെൻഷനെ ആലോചിക്കുന്നില്ലല്ലോ. നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. സോ ഇറ്റ്സ് ട്രൂലി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ശരിക്കും ഒരു ഇന്റർനാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടാന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വെരി വെരി ഹ്യൂജ് ഡീൽ. അപ്പോൾ ശരിക്കും ഇപ്പോൾ പേഴ്സണലായിട്ടൊരു കൺഗ്രാറ്റുലേഷൻസ് ഞാൻ പറയട്ടെ. ശരിക്കും വി ആർ ഓൾ വെരി വെരി പ്രൗഡ് ഓഫ് യു ഫോർ വാട്ട് യു ഹാവ് അച്ചീവ്ഡ്. മാഷിപ്പോൾ പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ കുറേ ആയി സംസാരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരു പാട്ട് കേൾക്കാനൊരാഗ്രഹം, ഏതെങ്കിലും ഒരു രാഗം ചെറിയൊരു ടൈം ലിമിറ്റിൽ നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷെ എന്നാലും കേൾക്കാനുള്ള ഫോർ ദാറ്റ് ലിസ്ണിംഗ് എക്സ്പീരിയൻസ് ഒരു കൃതിയും കൂടി മാഷ് ഒന്ന് പാടാം പ്ലീസ്.
विभो प्रभो सागर शयना विभो प्रभो सामगानलोल साधु जनावन क्षीरसागर सागर शयन विभो प्रभो सामगानलोल साधु जनावन क्षीरसागर सागर शयन विभो प्रभो 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 Divine, absolutely.